Hey guys, this is Charlie Bob. Welcome back to my channel. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് അപ്പോൾ നിങ്ങളുടെ ഓണം വെക്കേഷൻസ് എല്ലാം ദാ വരാൻ പോവാണ്. അപ്പോൾ ഓണം വെക്കേഷൻ്റെ സമയത്ത് വെറുതെ ആ 10 ദിവസം കളയാതെ കുറച്ച് പേർക്കെങ്കിലും ആഗ്രഹം ഉണ്ടായിരിക്കും നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ലൈഫിലേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രൊഡക്റ്റീവ് ആയിട്ട് ചെയ്യണം, എന്തെങ്കിലും ഒരു പുതിയ സ്കില്ല് പഠിക്കണം. 10 ദിവസം കൊണ്ട് ഒരു പുതിയ സ്കില്ല് പഠിക്കാൻ പറ്റും എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഏതൊരു ചെറിയ നോളജ് ആണെങ്കിലും അത് നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ആണ് ഞാൻ ഇന്നത്തെ എൻ്റെ വ്ളോഗിൽ പറയുന്നത്. അതായത് ഒരു 10 ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുന്നത് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു 10 ദിവസം കൊണ്ട് ആ ഒരു ടോപ്പിക്കിനെ പറ്റിയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഇൻഫോർമേഷൻ ഗെയിൻ ചെയ്യാനും അത് നിങ്ങൾ ഈ ഒരു 10 ദിവസം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ദിവസങ്ങളും നിങ്ങൾ അതിനു വേണ്ടി സമയം കണ്ടെത്തും. മേ ബി നിങ്ങൾക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് വരുവാണെങ്കിൽ. സോ അങ്ങനത്തെ കുറച്ച് ടോപ്പിക്സ് ആണ് ഇന്ന് ഞാൻ പറയുന്നത്. അപ്പൊ വ്ളോഗിലേക്ക് പോകുന്നതിന് മുന്നേ അറിയായിരിക്കും നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈതൺ എന്ന് പറയുന്നത്. ബട്ട് പലപ്പോഴും നമുക്ക് പൈതൺ പഠിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം സ്പെൻഡ് ചെയ്യേണ്ട വരാറുണ്ട്. ബട്ട് റീസെന്റ് ഐ ഫൗണ്ട് എ വെബ്സൈറ്റ്. ഇതിൽ അറൌണ്ട് 60+ പൈതൺ കോഴ്സസ് അവൈലബിൾ ആണ്. ആൻഡ് ഡു യു നോ അബൌട്ട് ദി ബെസ്റ്റ് പാർട്ട്, ഇതിൽ അറൌണ്ട് 30+ പൈതൺ കോഴ്സസ് നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാവുന്നതാണ്. പക്ഷെ ഈ ഒരു വെബ്സൈറ്റ് ഓഫർ ചെയ്യുന്നത് ഫ്രീ പൈതൺ കോഴ്സസ് മാത്രമല്ല, പൈതൺ സർട്ടിഫിക്കറ്റ്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പൈതൺ കമ്പൈലർ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ജിറ്റ്ഹബിലേക്ക് ഈ പൈതൺ കോഡിനെ സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ബ്രൗസറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഈ പൈതൺ ചെയ്ത് പഠിക്കാനും നമുക്ക് ഇതിൽ പറ്റുന്നതാണ്. സോ ഇത് വളരെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് ഫോർ ഫസ്റ്റ് ഇയേഴ്സ് ആൻഡ് സെക്കൻഡ് ഇയർ ബിടെക് സ്റ്റുഡൻസ്. കാരണം നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ബിഗിനർ സ്റ്റേജിൽ ഈ ഒരു പൈതൺ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലേസ്മെന്റ് ടൈമിൽ ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. സോ മാക്സിമം എല്ലാവരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുക. ഇത് യൂസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തേക്കാം. പ്ലീസ് ടു ചെക്ക് ഔട്ട് ഗൈസ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മളുടെ ഓണം വെക്കേഷന്റെ ടൈമിൽ നമുക്ക് ആദ്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്റേൺഷിപ്പിന് പോവാന്നുള്ളത്. ഇന്റേൺഷിപ്പ് മേ ബി ഒരു 1 വീക്ക് ആയിരിക്കും. 10 ഡേയ്സ് ഇന്റേൺഷിപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവൈലബിൾ ആണ്. ബട്ട് നിങ്ങളുടെ ഒരു ഇതും കൂടെ നിങ്ങൾ നോക്കണം. നിങ്ങൾക്ക് ഈ ഒരു 10 ദിവസം നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യം മാത്രം നോക്കണമെന്നല്ല, നമുക്ക് ഓണം സെലിബ്രേറ്റ് ചെയ്യണം. ബട്ട് നിങ്ങൾക്കിപ്പോ ഇന്റേൺഷിപ്പിന് പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇപ്പോ കുറെ ഓണം ഇന്റേൺഷിപ്പ് ഒക്കെ വന്നിട്ടുണ്ട്. അത് ഓൺലൈനും അവൈലബിൾ ആണ്, ഓഫ്ലൈനും അവൈലബിൾ ആണ്. നിങ്ങൾക്കറിയാം ഇന്റേൺഷിപ്പ് നിങ്ങൾ ഓൺലൈൻ ചെയ്താലും ഓഫ്ലൈൻ ചെയ്താലും ആക്ടിവിറ്റി പോയിന്റ്സ് 20 or 15 ഒക്കെയാണ് കിട്ടാറ്. അപ്പോൾ ഞങ്ങൾക്ക് 20 കിട്ടിയിരുന്നു. അപ്പൊ 20 ആക്ടിവിറ്റി പോയിന്റ്സ് നിങ്ങൾക്ക് ഓൺലൈൻ ചെയ്താലും ഓഫ്ലൈൻ ചെയ്താലും കിട്ടും. സോ ഇപ്പൊ നിങ്ങൾ കൂടുതൽ നിങ്ങൾ ആ ഇന്റേൺഷിപ്പും കൊണ്ട് നിങ്ങൾ യൂസ് ആവണം, നിങ്ങൾക്ക് ഒരു കമ്പനിയിൽ പോയി അങ്ങനെ ഒരു ഇന്റേൺഷിപ്പ് വേണം എന്നുള്ളവര് ഞാൻ എപ്പോഴും ഓഫ്ലൈൻ ആണ് പ്രിഫർ ചെയ്യത്തുള്ളൂ. കാരണം നിങ്ങൾ ചെയ്യുന്നത് പോലെ ആവില്ല നിങ്ങൾ എന്തെങ്കിലും കണ്ട് മനസ്സിലാക്കുന്നത്. നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് പഠിക്കുവാണെങ്കിൽ നമുക്ക് തന്നെയാണ് അത് നമുക്ക് അത്രയും ബെനിഫിറ്റ് ആണ് തരുന്നത്. സോ പറ്റുന്നവർ മാക്സിമം ഓഫ്ലൈൻ ഇന്റേൺഷിപ്പിന് തന്നെ പോവുക. ഇനിയിപ്പോ ഈ ആക്ടിവിറ്റി പോയിന്റ്സ് ഇപ്പൊ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്നു. ഇപ്പൊ തേർഡ് ഇയർ സ്റ്റുഡൻസോ ഫൈനൽ ഇയർ സ്റ്റുഡൻസോ ഒക്കെ ആണെങ്കിൽ അവർ ഓൺലൈൻ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ആക്ടിവിറ്റി പോയിന്റ്സ് ഗെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇന്റേൺഷിപ്പ് ആണ്. ഇനി നിങ്ങൾക്ക് രണ്ടാമതായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം സ്കിൽ ഡെവലപ്മെന്റ്. ഈ സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം വലിയ ഒത്തിരി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഞാനിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ പൈതൺ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പൈതൺ പഠിക്കാം. പക്ഷെ പൈതൺ ഒരു 10 ദിവസം കൊണ്ട് പഠിക്കാൻ ഞാൻ ഒരിക്കലും പറയത്തില്ല. പൈതൺ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ +1 +2 കോഡിങ് പഠിച്ച ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ ഇംപ്രൂവ് ചെയ്യാൻ നോക്കുക. കാരണം പ്ലേസ്മെന്റ് ടൈമിൽ നമുക്ക് കുറച്ചും കൂടെ അത്യാവശ്യം വലിയ ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ എന്റെ പ്ലേസ്മെന്റ് ട്രെയിനിങ്ങിന്റെ ഇത് അറ്റൻഡ് ചെയ്തവർക്ക് മനസ്സിലായി കാണും. നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് കൂടുതൽ പ്ലേസ്മെന്റ് ക്വസ്റ്റ്യൻസ് വരും. ഇപ്പൊ അതിൽ ആപ്റ്റിറ്റ്യൂഡ് ആണ് ചെയ്യുന്നത്. പക്ഷെ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ കുറച്ച് നമ്മൾ ചിന്തിച്ച് പറയേണ്ട അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. സോ നമുക്കൊരു കോഡിംഗ് റൗണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കോഡിംഗ് എത്രത്തോളം ഹാർഡ് ആണെന്നുള്ള കാര്യം. നമ്മൾ ഇപ്പൊ ഈ എക്സാമിന് എഴുതുന്നത് പോലെ അല്ല നമ്മുടെ പ്ലേസ്മെന്റ് ടൈമിൽ ഒരു കമ്പനി ഇടുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുക, അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് നല്ലോണം പഠിക്കാം. അതാണ് ഞാൻ പറയത്തുള്ളൂ. സോ കോഡിംഗ് പഠിക്കാൻ പറ്റുന്നവർ കോഡിംഗ് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ നോക്കുക. ഇനി നമുക്ക് ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ നേരത്തെ എന്റെ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ് ECED എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ്. ECED എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിൽ നമുക്ക് സർക്യൂട്ട് ഡിസൈനിങ് പഠിക്കാൻ പറ്റും. ഇപ്പം ട്രിപ്പിൾ ഇലക്ട്രോണിക്സ്, ഇപ്പൊ CS സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും നിങ്ങൾ പ്രൊജക്ട് ഹാർഡ്വെയറിൽ ചേർന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി സർക്യൂട്ട് ഡിസൈനിങ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ് ECED. ECED യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ECED നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ ECED അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അവിടെ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ നോക്കിയിട്ട് വീഡിയോസ് വരെ അവൈലബിൾ ആണ്. നമ്മളൊന്നുമില്ല, നമുക്ക് കണക്ഷൻ കൊടുക്കാൻ അറിയാമെങ്കിൽ എല്ലാം എടുത്ത് വെച്ചിട്ട് വയർ ചെയ്യുക, കമ്പോണൻസിനെയൊക്കെ പരിചയപ്പെടുക, നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത കമ്പോണൻസ് ഉണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് പഠിക്കുക. അങ്ങനത്തെ കാര്യങ്ങളാണ് ECED എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം ലേഔട്ട് ഡിസൈനിങ് ആണ്. ലേഔട്ട് ഡിസൈനിങ്ങിന് മാത്രമായിട്ടൊരു ഒരു സ്പെസിഫിക് ഫീൽഡ് ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പലപ്പോഴും നമ്മൾ ജോബ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലേഔട്ട് ഡിസൈനിങ് എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. ലേഔട്ട് ഡിസൈനിങ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്
നമ്മളിപ്പം സർക്യൂട്ട് കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ലേ ഔട്ട്. ഒരു സർക്യൂട്ട് നമുക്കുണ്ട്, അതിന്റെ ലേ ഔട്ട് എടുക്കാം. അപ്പൊ അങ്ങനെ ലേ ഔട്ട് ഡിസൈനിങ്ങിന് തന്നെ കെ ലേ ഔട്ട് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ ലേ ഔട്ട് ഡിസൈനിങ് പഠിക്കുവാണെങ്കിൽ അത് നിങ്ങൾക്ക് ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ഒരു സ്കില്ലാണ്. ഇപ്പൊ ലേ ഔട്ടിങ്ങിനെ പറ്റിയിട്ടൊന്നും അധികം ആരും ചിന്തിക്കുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ലേ ഔട്ടിങ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ എന്തായാലും യൂസ്ഫുൾ ആണ്. പിന്നെ 3D പ്രിന്റിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് നമുക്കൊരു മണി മേക്കിംഗ് സ്കില്ലാണ്. സോ 3D പ്രിന്റിങ് പഠിക്കുവാണെങ്കിൽ അത് നിങ്ങൾക്ക് എന്തായാലും ബെനിഫിറ്റ് ആണ്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ്ലി നിങ്ങൾക്ക് ഇപ്പൊ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇംഗ്ലീഷ് നോക്കുവാണെങ്കിൽ അത് നിങ്ങൾ ഈ ഒരു 10 ദിവസം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങ് പൊക്കോണ്ടിരിക്കും. ഇപ്പം ഞാൻ നാട്ടിൽ നിന്ന സമയത്ത് ഞാൻ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നത് വളരെ കുറവായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പൊ ഞാൻ ജർമ്മനിയിൽ വന്നു കഴിഞ്ഞിട്ട് ഞാനിപ്പോ രാവിലെ ഞാൻ എണീക്കുമ്പോൾ തൊട്ട് രാത്രിയിൽ ഉറങ്ങുന്നത് വരെ ഞാൻ ഇംഗ്ലീഷ് മാത്രമാണ്. ഇപ്പൊ ഇവിടെ എനിക്ക് കാണുന്നത്, ഇവിടെ ഇപ്പൊ നമ്മള് മലയാളികളെ കാണുന്നുള്ള പ്രതീക്ഷയല്ലോ. പക്ഷെ ഇപ്പൊ എന്റെ ഫ്ലോർമേറ്റ്സ് ആയിക്കോട്ടെ, അവരെല്ലാരും വേറെ കൺട്രിയിലുള്ള ആൾക്കാരാണ്. സോ രാവിലെ തൊട്ട് രാത്രി വരെ ഇംഗ്ലീഷ് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മളത് ഇംപ്രൂവ് ചെയ്യുമല്ലോ. പക്ഷെ ഇവിടെ ജർമ്മനും അത്യാവശ്യമാണ്. സോ ഇംഗ്ലീഷ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കേസിൽ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാണ് നല്ലതാണ്. കാരണം പ്ലേസ്മെന്റ് ടൈമിൽ നമ്മളുടെ സ്പീക്കിംഗ് സ്കിൽസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനിയിപ്പോ നമ്മൾ ഒന്നും പറയാൻ അറിയില്ലെങ്കിൽ പോലും നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യുന്നത് വളരെ അധികം നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾ ഇപ്പൊ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾ സെറ്റാക്കി വെക്കാം. ഇൻട്രൊഡക്ഷൻ്റെ അകത്ത് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇല്ലെങ്കിൽ പ്ലേസ്മെന്റ് ട്രെയിനിങ് വീഡിയോസ് കണ്ടു നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിൽ പ്ലേസ്മെന്റ് ട്രെയിനിങ് ഉണ്ടെങ്കിൽ അവർ പറയേണ്ട കാര്യമാണ് ഇൻട്രൊഡക്ഷൻ. നിങ്ങൾക്ക് മെയിൻ ആയിട്ട് വേണ്ട ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ കുറെ കോൾസ് വരും, കുറെ കമ്പനീസിന്റെ ഇന്റർവ്യൂസ് വരും. അപ്പൊ ഈ ടൈമിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഇൻട്രൊഡക്ഷൻ ചോദിക്കാത്ത ആരും ഉണ്ടാവില്ല ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ ബാംഗ്ലൂർ അറ്റൻഡ് ചെയ്ത ഇന്റർവ്യൂവിന് എന്നോട് എന്റെ ഇൻട്രൊഡക്ഷൻ ഇതുവരെ ചോദിച്ചായിരുന്നു. റെസ്യൂമെ വെച്ചിട്ട് അവർ റെസ്യൂമേലെ കാര്യമാണ് ചോദിച്ചത്. ബട്ട് നിങ്ങളൊരു ഇന്റർവ്യൂ ഫോക്കസിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഇൻട്രൊഡക്ഷൻ പഠിച്ച് വെക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം, മാറ്റ്ലാബ് കോഡിങ് ഭയങ്കര എളുപ്പമുള്ള ഒരു കോഡിംഗ് ആണ്. മാറ്റ്ലാബ് കോഡിംഗ് പഠിക്കുവാണെങ്കിൽ മാറ്റ്ലാബ് സ്കില്ലാണ്. കാരണം മാറ്റ്ലാബ് പഠിക്കുവാണെങ്കിൽ നിങ്ങൾ ജോബ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും മാറ്റ്ലാബ് എന്നുള്ള സ്കില്ല് അറിയാവുന്ന ആൾക്കാരുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ മൈക്രോസോഫ്റ്റിന്റെ സ്കിൽസ്, ഇതൊക്കെ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന സ്കിൽസ് ആണ്. സോ ഇതെല്ലാവരും ഒന്ന് ഫോക്കസ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് ഈ വെക്കേഷൻ ടൈമിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇനിയിപ്പോ നിങ്ങളൊരു ബിഗിനർ ആണ്, ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങളൊരു ബ്രെഡ് ബോർഡ് ഒക്കെ വാങ്ങിയിട്ട് ചെറിയ ചെറിയ സർക്യൂട്ട്സ് ഒക്കെ ഉണ്ടാക്കി പഠിക്കുവാണെങ്കിൽ, ഇപ്പൊ സിമ്പിൾ സർക്യൂട്ട്സിനൊക്കെ നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ എന്റെ ഫസ്റ്റ് ഇയർ ചെയ്തൊരു കാര്യമായിരുന്നു. ബ്രെഡ് ബോർഡ് വാങ്ങിയിട്ട് ചെറിയ ചെറിയ സർക്യൂട്ട് ഒക്കെ ഉണ്ടാക്കി. അപ്പൊ നമുക്ക് ചിലപ്പോൾ അത് ഭയങ്കര കുഞ്ഞു സർക്യൂട്ട്, അപ്പൊ എന്തെങ്കിലും ഒരു സെൻസ് ചെയ്യുന്ന സർക്യൂട്ട്, അപ്പോൾ അത് ഭയങ്കര കുഞ്ഞാണെങ്കിലും നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ ഒരു കണക്ഷൻസ് മനസ്സിലാവും, എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത്. ഇപ്പം ഒരു ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും പോലും കണക്ട് അറിയാൻ വയ്യാത്ത ആൾക്കാർ കാണും. അപ്പം നമുക്ക് ആ ഒരു ബ്രെഡ് ബോർഡ് വാങ്ങിയിട്ട് നമ്മൾ ഇതിന്റെ ചെറിയ ചെറിയ സാധനങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അത് യൂസ്ഫുൾ ആണ്. നിങ്ങൾ ഇതൊരു പ്രാക്ടീസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ ഇയർ പ്രൊജക്ടിന്റെ സമയത്ത് എന്തായാലും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങൾ വേർഡ്, പവർ പോയിന്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ അറിയാൻ വയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് പഠിക്കുക. കാരണം നിങ്ങൾക്കത് ഭയങ്കര ആവശ്യം വരും. നിങ്ങളൊരു 4th ഇയർ ഒക്കെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് റിപ്പോർട്ട് ഉണ്ടാക്കണം, നിങ്ങൾക്ക് കുറെ PDF ഉണ്ടാക്കണം. സെമിനാറിന്റെ ഒക്കെ സമയത്ത് നിങ്ങൾക്ക് കുറെ അധികം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. സോ വേർഡ്, പവർ പോയിന്റ് ഒക്കെ അറിയാത്തവർ എന്തായാലും പഠിക്കും. നമ്മളൊരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് നമ്മൾ പാസ് ഔട്ട് ആയി കഴിയുമ്പോഴും ഈ വേർഡ്, പവർ പോയിന്റ് ഒന്നും അറിയാൻ വയ്യ എന്ന് പറയുന്നതൊക്കെ ഭയങ്കര ഒരു എന്താ പറയാ, അത് ഭയങ്കര ബേസിക് ആണ്. സോ അത് നിങ്ങൾ പഠിച്ചു വെക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് തരാം. ഇനി ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നേരത്തെ പറഞ്ഞ പൈത്തൺ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്നീട് കമന്റിലും കൊടുത്തേക്കാം. അതൊന്ന് ചെക്ക്ഔട്ട് ചെയ്യുക. സോ ഇന്നത്തെ എന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ആണെങ്കിൽ ഇതുപോലെ ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. ബൈ.